ആ കുരിശ് രൂപത്തിന്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്ന വചനമാണ് INRI, യേശു യഹൂദരുടെ രാജാവ്. ആ കുരിശ് കണ്ടുകൊണ്ട് മാനസാന്തരത്തിലേക്കും യേശുവിനെ അനുഗമിക്കാനും ആ രാജാവിനെ പിൻചൊല്ലുവാനും എത്രയോ ആളുകളെ പ്രേരിപ്പിച്ചിരുന്നു. കുരിശിന്റെ വഴിയിൽ 14-ാം സ്ഥലത്ത് ആ കുരിശുകൾ ഇറക്കി പള്ളികളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഞാനൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. ദൈവമേ നന്ദി. യഹൂദരുടെ രാജാവ്, നമ്മുടെ രാജാവ്, ലോകത്തിൻ്റെ രാജാവ്, പാവപ്പെട്ടവന്റെ രാജാവ്, അടിച്ചമർത്തപ്പെട്ടവന്റെ രാജാവ്, ഇനി ഒരു രക്ഷയുമില്ലെന്ന് വിചാരിക്കുന്നവരുടെ രാജാവ് INRI, യേശുവിൻ്റെ ആ കുരിശ് പിശാചുക്കൾക്ക് മോചനം നൽകുന്നതാണ്, രോഗികൾക്ക് സൗഖ്യം നൽകുന്നതാണ്. ഈ ദിവസങ്ങളിൽ ഒരു പിതാവിൻ്റെ കുർബാനയിൽ ഞാനും ഒരുമിച്ച് ചേർന്നു. പിതാവ് തൻ്റെ കുരിശെടുത്തിട്ടാണ് കാസ ആശീർവദിക്കുന്നത്. പിതാവ് ആ കുരിശെടുത്തിട്ടാണ് ജനങ്ങളെ ആശീർവദിക്കുന്നത്. പിതാവ് ആ കുരിശെടുത്താണ് തന്നെ വെഞ്ചരിക്കുന്നത്. കുരിശിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാം. യേശു കുരിശിൽ മരിച്ചു. അവിടുന്ന് വലിയ കിരീടത്തിന് പകരം മുൾമുടിയായിരുന്നു. ചെങ്കോൽ പിടിക്കേണ്ട കൈകളിൽ ആണികളായിരുന്നു. മനുഷ്യന് നന്മ ചെയ്യേണ്ട അധരങ്ങളിൽ യേശുവിന് ദാഹിച്ചു. എനിക്ക് ദാഹിക്കുന്നു. ഒരു രാജാവിൻ്റെ അവസാനത്തെ വാക്കാണ്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. മദർ തെരേസയേറ്റവും സ്വാധീനിച്ച വാക്കാണ്. ഈ രാജാവിൻ്റെ ദാഹം തീർക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ചെയ്യാം. യേശുവിൻ്റെ അരികിൽ ചെല്ലാം, നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് ഞങ്ങളുടെ രാജാവാണ്. പീലാത്തോസ് ആവർത്തിച്ച് ചോദിച്ചു, അങ്ങ് യഹൂദരുടെ രാജാവാണോ? യേശുവേ, എനിക്ക് ആരാണങ്ങ്? കർത്താവേ, അങ്ങ് എനിക്ക് ഒരു ഇടയനാണ്, രോഗസൗഖ്യം നൽകുന്നവനാണ്. ദിവ്യബലിയിൽ ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞു വരുന്ന ഈശോയാണ്. യേശുവേ, യഹൂദരുടെ രാജാവേ, നവംബർ 24-ാം തീയതി അങ്ങയുടെ അരിയിലേക്ക് കടന്നു വരുന്ന സർവമക്കളെയും ഞാനിതാ സമർപ്പിക്കുന്നു. എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളെയും അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഒരിടയനും ആ ഇടയൻ്റെ കീഴിൽ സർവ്വ ആടുകളും ഒന്നായി ചേരട്ടെ. കർത്താവ് എൻ്റെ രാജാവാകുന്നു, കർത്താവ് എൻ്റെ ഇടയനാകുന്നു. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. സ്നേഹമുള്ളവരെ, ഇത് സർവ്വ ക്രിസ്ത്യാനികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പങ്കുവെക്കണം ദൈവവചനം. അവർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നിങ്ങളെ എല്ലാവരെയും യേശുവിൻ്റെ